എല്ലാവർക്കും യു കെ എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിഫോ ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള. ഈ ചാനലിലൂടെ കൊമേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസിൻ്റെ പ്രൈസിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡുകളിൽ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ കാണുന്നതാണ് ഇതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ളത്. പ്രോബ്ലം നമുക്ക് പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസിനകത്ത് പ്രധാനമായിട്ട് 3 തരത്തിലാണ് മെത്തേഡുകൾ വരുന്നത്. മെത്തേഡുകൾ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ പറയാം. അതിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. ഈ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡിൽ വരുന്നതാണ് ഫിഫോ മെത്തേഡ് എന്നുള്ള. ഫിഫോ അഥവാ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്നുള്ള. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ലിഫോ എന്നുള്ളത്. ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലിഫോ മെത്തേഡും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതോടൊപ്പം തന്നെ പ്രോബ്ലം ചെയ്യാം. പിന്നെ വരുന്നതാണ് ബേസ് സ്റ്റോക്ക് മെത്തേഡ് എന്നുള്ളത്, ദെൻ സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് എന്നുള്ളത്, ദെൻ ഹിഫോ മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. അതാണ് ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള. ദെൻ നിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. ഓക്കെ, ഈ മെത്തേഡ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കാം. നെക്സ്റ്റ് ആവറേജ് പ്രൈസ് മെത്തേഡിനകത്ത് സിമ്പിൾ ആവറേജ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് ഉണ്ട്. ഇതിൽ നമ്മൾ ഡീറ്റെയിലായിട്ട് പറയും. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉണ്ട്, പീരിയോഡിക് സിമ്പിൾ ആവറേജ് മെത്തേഡ് ഉണ്ട്, പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉണ്ട്, ദെൻ മൂവിങ് സിമ്പിൾ ആവറേജ് മെത്തേഡ് ഉണ്ട്, മൂവിങ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉണ്ട്. ഇതെല്ലാം ആവറേജ് പ്രൈസ് മെത്തേഡിനകത്ത് വരുന്ന മെത്തേഡുകളാണ്. ദെൻ നോഷണൽ പ്രൈസ് മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ് ഉണ്ട്, ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ് ഉണ്ട്, മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്, റീയൂസ് പ്രൈസ് മെത്തേഡ്. ഓക്കെ, ജസ്റ്റ് ആ മെത്തേഡുകളുടെ പേര് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിനെ തന്നെ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് കൂടി പറയാറുണ്ട്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫിഫോ മെത്തേഡാണ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. മെറ്റീരിയൽ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് റിസീവ്. അത് ഏത് ഓർഡറിലാണോ റിസീവ് ചെയ്യുന്നത് ആ ഓർഡറിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്നുള്ളത്. അതായത് ഫസ്റ്റ് ഇന്നായിട്ടുള്ളത് ഫസ്റ്റ് ഇന്നായിട്ടുള്ളത് ഫസ്റ്റ് ഔട്ട് ആവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഇന്നായിട്ടുള്ളത് ഫസ്റ്റ് റിസീവ് ആയിട്ടുള്ളത് അതാണ് ഫസ്റ്റ് ഔട്ട് ആവും. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓഫ് ഫസ്റ്റ് ലോട്ട് ദ സെക്കൻഡ് ലോട്ട് ഇസ് ഇഷ്യൂഡ്. അതായത് ആദ്യത്തെ ലോട്ട് എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ലോട്ട് എന്നുള്ളത് എടുക്കുന്നത്. അടുത്ത ലോട്ട് എടുത്തിട്ട് ആ ലോട്ട് കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യും, അടുത്ത ലോട്ട് എന്നുള്ളത് എടുക്കും. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഓരോ പ്രോബ്ലത്തിൻ്റെ ബേസ് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എന്തായിരിക്കും? ലേറ്റസ്റ്റ് പ്രൈസിനായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് വാല്യൂ ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ എടുക്കുന്നത് എന്താണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസിനായിരിക്കും എന്ത് വാല്യൂ ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റോക്കുള്ളത് വാല്യൂ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡും എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഫാളിംഗ് പ്രൈസിൻ്റെ സിറ്റുവേഷനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്, ഫിഫോ മെത്തേഡാണ്. ഫാളിംഗ് പ്രൈസിനകത്ത് ഫിഫോ മെത്തേഡാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്നുള്ളത്. റൈസിങ് പ്രൈസിനകത്തത് അത്ര സ്യൂട്ടബിൾ അല്ല. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് അറ്റ് മാർക്കറ്റ് പ്രൈസിനകത്താണ് വാല്യൂ ചെയ്യുന്നത്. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ എന്താണ് ക്ലറിക്കൽ എറേഴ്സ് സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു നെഗറ്റീവും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ മെയിനായിട്ടും ഈ പ്രോബ്ലമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള കോളം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ഡേറ്റ് നമ്മൾ എഴുതും. പിന്നെ റെസിപ്റ്റിനകത്ത് അതാണ് മെറ്റീരിയൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളതാണ് റെസിപ്റ്റ് കോളത്തിനകത്തത്. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ബാലൻസ് ബാക്കിയുള്ളതെന്ന്. അപ്പോൾ അതിനകത്ത് എല്ലാത്തിനും ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്. ക്വാണ്ടിറ്റി ഉണ്ട് ഒന്നിനകത്ത്, റേറ്റ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്. ഇവിടെയും എന്നിട്ട് ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതിയാണ് ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഉണ്ട്. ബാലൻസിനകത്തും എന്തുണ്ട് ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് എന്നിങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്. ഏതിലാണ് റിസീവ് ചെയ്യുന്നത് ആ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് ഇന്നായിട്ടുള്ളത് ഫസ്റ്റ് ഔട്ടാവുന്ന മെത്തേഡാണ് എന്ത് ഫിഫോ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ചെറിയൊരു 2-3 ഐറ്റം ഇവിടെ എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് വളരെ ചെറിയ എമൗണ്ട് എടുത്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ജനുവരി 1 റെസിപ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ റെസിപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് ഏകദേശം ഒരു 10 എണ്ണമാണ് പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിമ്പിളായിട്ടുള്ള നമ്പേഴ്സ് എഴുതുന്നത്. 10 ക്വാണ്ടിറ്റിയാണ്. ഒരു ക്വാണ്ടിറ്റിക്ക് അതായത് ഒന്നിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ എത്രയാണ് 20 രൂപയാണ്. കൃത്യമായി ശ്രദ്ധിക്കുക ഫസ്റ്റ് ഔട്ട് എന്നുള്ളത്. അപ്പം അതിനകത്ത് എന്താണ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തില്ല ഇഷ്യൂ എന്നുള്ളത് ഇല്ല. അപ്പോൾ ബാലൻസ് എത്രയാണ് 10 എണ്ണത്തിന് 2 വെച്ചിട്ട് 20 ആണ് ഇതിൻ്റെ എമൗണ്ട് എന്ന് വരുന്നത്. ഇതാണെന്ത് ബാലൻസ് എന്നുള്ളത്. ഓക്കെ, സിമ്പിളായിട്ടുള്ളതാണത്. ഇനി ജനുവരി 2 എന്ത് ചെയ്യുന്നു വീണ്ടും റെസിപ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു പറഞ്ഞാൽ 5 യൂണിറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. 5 ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഒരു ക്വാണ്ടിറ്റിക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 3 രൂപയാണ് ഒരു ക്വാണ്ടിറ്റിക്ക് എന്നുള്ളത്. അപ്പോൾ എത്രയാണ് 15 രൂപയാണ്. ചിലപ്പോൾ എക്സാമിന് ഇത്ര ചെറിയ എമൗണ്ട് ഉണ്ടാവില്ല, കുറച്ച് വലിയ എമൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തില്ല ഇഷ്യൂ എന്നുള്ളത് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ റേറ്റ് എത്രയാണ് 2 രൂപയാണ്. ഒന്നിന് 2 രൂപയാണ്, ഇത് 3 രൂപയാണ് അല്ലേ. നമുക്കിത് മിക്സ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ബാലൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 10 എണ്ണം, അതിന് 2 വെച്ചിട്ട് 20. ഓക്കെ, അത് അതുപോലെ എഴുതി. ഇനി ഈ റെസിപ്റ്റ് എത്രയാണ് 5 എണ്ണം അല്ലേ. 5 എണ്ണം, അതിൽ ക്വാണ്ടിറ്റി എത്രയാണ് 3, 15. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ബാലൻസ് എന്നുള്ളത് നമ്മൾ എഴുതുന്നത്. ഇനി എന്താണ് ഒരു 20 എണ്ണം 1 രൂപ വെച്ചിട്ടാണെങ്കിൽ അത് വീണ്ടും എന്ത് വരും ഇങ്ങനെ ബാലൻസ് ആക്കിയിട്ട് വരും. ഓക്കെ, കാരണം റേറ്റ് വ്യത്യാസമുണ്ട്. 1 2 ആണ്, 1 3 ആണ്. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതുന്നു. ഇനി അടുത്തത് ജനുവരി 3 ഇഷ്യൂ ചെയ്യുന്നു. ജനുവരി 3 എന്തില്ല മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നില്ല, ഇഷ്യൂ ആണ് ചെയ്യുന്നത്. 8 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത് വിചാരിക്കാം. 8 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ റേറ്റ് എത്രയായിരിക്കും? റേറ്റ് നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കുക. എത്രയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ്? റേറ്റ് വരുന്നത് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഇന്നായിട്ടുള്ളത് ലോട്ട് ഇതാണ് ഫസ്റ്റ് ഇന്നായിട്ടുള്ളത്. രണ്ടാമത് ഇന്നായിട്ടുള്ളതാണ് ഇത് എന്നുള്ളത്. അതായത് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ലോട്ട് ദ സെക്കൻഡ് ലോട്ട് ഈസ് ഇഷ്യൂഡ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫസ്റ്റ് ലോട്ട്. ഇപ്പോൾ ഈ 8 എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതിനെടുക്കാൻ പറ്റും? ഈ 10 തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇതല്ല ഫസ്റ്റ് ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ 10 അല്ലേ. 10 2 20 ഇതാണ് ഫസ്റ്റ് ലോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഈ 8 എന്നുള്ളത് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം റേറ്റ് എത്രയാണ്? ഇത് ഈ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടെ റേറ്റ് എത്രയാണ്? 2 രൂപയാണ് ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞാൽ. 2 രൂപയാണ് റേറ്റ് എന്ന്. അപ്പോൾ എത്രയാണ്? 16. ഓക്കെ, ക്ലിയർ. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ഈ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഫസ്റ്റ് ലോട്ടിനകത്ത് ബാക്കി എത്രയുണ്ട്? 2 എണ്ണം ഇവിടെ ബാക്കിയുണ്ട് അല്ലേ. ഒന്നിന് എത്രയാണ്? 2 രൂപ. അതായത് 4 വാല്യൂ എന്നുള്ളത് അത്രേ ബാക്കിയുള്ളൂ. ഇതും കൂടി ബാക്കിയില്ലേ? 5 എണ്ണം. സെക്കൻഡ് ലോട്ട് നമ്മൾ എടുത്തിട്ടേ ഇല്ല, കാരണം ഫസ്റ്റ് ലോട്ട് എന്നാണ് എടുത്തിട്ടുണ്ടായത്. സെക്കൻഡ് ലോട്ട് എന്നല്ല, ഫസ്റ്റ് ലോട്ട് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ലോട്ട് ദ സെക്കൻഡ് ലോട്ട് ഇസ് ഇഷ്യൂഡ്. ഫസ്റ്റ് ലോട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ സെക്കൻഡ് ലോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പം ആ സെക്കൻഡ് ലോട്ട് അതേപോലെ തന്നെയാണ്. എത്രയാണ്? 5 3 15. ഓക്കെ, 5 3 15. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് പ്രൈസിനകത്താണ് എന്ത് ചെയ്യുന്നത് ക്ലോസ് സ്റ്റോക്കുകൾ എന്നുള്ളത് വാല്യൂ ചെയ്യുന്നത്.
എന്നുള്ള ഐഡിയയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഇതാണ് വരുന്നത്. ഇനി ഇതിനകത്തുള്ള ഒന്നുകൂടി പറയാം, കാരണം ഇവിടെ എഴുതാനുള്ള സ്പേസ് ഇല്ല. നമുക്കൊന്ന് ഒരു ഡീറ്റെയിലായിട്ട് പ്രോബ്ലം നമുക്ക് പിന്നീട് ചെയ്യാം. ജനുവരി 7 നമ്മളത് പർച്ചേസ് ചെയ്യാൻ നടത്തുന്നുണ്ടെങ്കിൽ ആ പർച്ചേസിൻ്റെ എമൗണ്ട് ഇവിടെ വരും. പിന്നീട് ഇത് രണ്ടും ഇതേപോലെ വരും. അതിനോടൊപ്പം തന്നെ ഒരു എമൗണ്ട് കൂടി അതിനകത്ത് എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനുവരി 7 ഇഷ്യൂ നടത്തുന്നത് 1 യൂണിറ്റാണ് ഇഷ്യൂ നടത്തുന്നത് വിചാരിക്കാം. 1 യൂണിറ്റാണ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ ഏതിനെടുക്കും എടുക്കുക, ഇതിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ടാവാം. 1 യൂണിറ്റാണ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ ഇതിൽ നിന്നാണ് എടുക്കും. ഇനി ഞാനൊരു 3 യൂണിറ്റ് ഇഷ്യൂ നടത്തുന്നത് വിചാരിക്കാം. ജനുവരി 7 3 യൂണിറ്റാണ് ഇഷ്യൂ നടത്തുന്നത്. 3 യൂണിറ്റ് ഇഷ്യൂ നടത്തുന്ന 3 നമുക്ക് ഒന്നിച്ച് ഇഷ്യൂ നടത്താൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ലോട്ട് നമുക്ക് ആദ്യം എടുക്കണം. 2 എണ്ണം നമ്മൾ ഫസ്റ്റ് ലോട്ടിൽ നിന്ന് എടുത്തു, 2 എണ്ണം എടുത്തു. ഒന്നിനെത്രയാണ് 2 രൂപയാണ് 4 എന്നുള്ളത്. ഓക്കെ, അതായത് 2, 2, 4 ഈ ലോട്ട് നമ്മൾ ആദ്യം എടുത്തു. ആ ലോട്ട് പിന്നീടോ ആ ലോട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ 3 എണ്ണം ഇഷ്യൂ ചെയ്യുന്നിരിക്കാം. ജനുവരി 7 3 യൂണിറ്റാണ് 3 ക്വാണ്ടിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള ഈ 1 എന്നുള്ളത് ഏതിനെടുക്കുക, ഈ സെക്കൻഡ് ലോട്ടിൽ നിന്നാണ് എടുക്കുക. സെക്കൻഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 അതായത് 3 രൂപ. ഓക്കെ അപ്പോൾ എത്രയാണ് ജനുവരി 7 ശേഷമുള്ള ബാലൻസ് എത്രയായിരിക്കും? ജനുവരി 7 ശേഷമുള്ള ബാലൻസ് ഈ 5 യൂണിറ്റിൽ നിന്ന് 1 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. ബാക്കി ഈ ഫസ്റ്റ് ലോട്ടുണ്ടോ, ഫസ്റ്റ് ലോട്ടിനകത്തുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. സെക്കൻഡ് ലോട്ടിനകത്ത് എത്രയുണ്ട്, ഈ 4 1 നമ്മൾ ഇഷ്യൂ ചെയ്തു. ബാക്കി എത്രയുണ്ട്, 4 എണ്ണം ബാക്കിയുണ്ട്. യൂണിറ്റിന് എത്രയാണ് 3 രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് 12 അവിടെ എന്ത് കിടക്കുന്നത്, ബാലൻസ് ആയിട്ട് കിടക്കണം. 4 ക്വാണ്ടിറ്റി, റേറ്റ് 3, എത്രയാണ് 12 അവിടുത്തെ എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിനകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ടെക്സ്റ്റിനകത്തുള്ളതോ അല്ലെങ്കിൽ ക്വസ്റ്റിനകത്തുള്ള പ്രോബ്ലം അല്ല, വെറുതെ ഒരു എമൗണ്ട് ഞാൻ എഴുതിയിട്ട് ചെയ്ത പ്രോബ്ലമാണ്. കാരണം ഈ ഐഡിയ മനസ്സിലാക്കി നമുക്ക് ഏത് രീതിക്കകത്തുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്നുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം നമുക്കൊന്നുകൂടി വേറെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ചെയ്യാം. പിന്നീട് ഇതിനകത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിനകത്ത് ഇതിനകത്ത് ഫിഫോ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ലിഫോ മെത്തേഡ് ചോദിക്കാറുണ്ട്. പിന്നെ വെയ്റ്റഡ് ആവറേജ്, പിന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഉള്ളത്. നമുക്കത് അടുത്ത ക്ലാസ്സിനകത്ത് ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനലിലൂടെ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.